നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്. കൂട്ടബലാത്സംഗവും ഗൂഢാലോചനയും തട്ടിക്കൊണ്ടുപോകലും അടക്കമുള്ള കുറ്റങ്ങൾക്കാണ് ശിക്ഷ. 75,000 രൂപ പിഴയും കോടതി വിധിച്ചു. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. അതിജീവിതയുടെ സ്വർണ്ണമോതിരം തിരികെ നൽകണമെന്നും എറണാകുളം പ്രിൻസിപ്പൽ ജഡ്ജി ഹണി എം വർഗീസ് ഉത്തരവിട്ടു. അഹമ്മദ് മുജ്തബ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, നമ്മളേറെ കാത്തിരുന്ന ഒരു വിധി പ്രസ്താവം ആണ് ഇന്ന് നടന്നത്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ നടന്നത്? 20 വർഷം കഠിന തടവ് എന്നുള്ള ഒരു വിധിയിലേക്ക് കോടതി എത്തിയിരിക്കുകയാണ്. അത് മതിയോ? മുസ്തബയിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കും കോടതി 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുകയാണ്. കൂട്ടബലാത്സംഗവും ഗൂഢാലോചനയും തട്ടിക്കൊണ്ടുപോകലും അടക്കമുള്ള കുറ്റങ്ങൾക്കാണ് ശിക്ഷ. ഒപ്പം 75,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ഒപ്പം അതിജീവിതയുടെ സ്വർണ്ണമോതിരം തിരികെ നൽകണമെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കുകയുണ്ടായി. അഹമ്മദ് മുസ്തബ ചേരുന്നുണ്ട്. മുസ്തബ, ഈ വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണരൂപം ലഭ്യമായോ? ഇപ്പോൾ കോടതിയിൽ വാക്കാൽ പറഞ്ഞിരിക്കുന്ന വിധി പ്രസ്താവമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപം, പ്രത്യേകിച്ച് അതിനകത്ത് കഴിഞ്ഞ ദിവസം 4 പ്രതികളെ വെറുതെ വിട്ട നടപടികൾ ഉൾപ്പെടെ വിധി പകർപ്പിലുണ്ട്. അത് അപ്ലോഡ് ആയിട്ടില്ല. അതിനുശേഷമായിരിക്കും അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. അത് വളരെ വിശദമായി തന്നെ മനസ്സിലാക്കുന്നത് 100-200 പേജിലധികമുള്ള ഒരു വളരെ സമഗ്രമായ ഒരു വിധി പകർപ്പാണ് എന്നുള്ളതാണ്. കാര്യം 2000 മുതൽ 4000 വരെ പ്രോസിക്യൂഷന്റെ ആർഗ്യുമെന്റ്സ് ഉള്ള അത്രയും വലിയ ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്ക് 200-ലധികം സാക്ഷികളുള്ള അത്തരത്തിൽ വലിയ തെളിവുകളുള്ള ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് കുറെ കൂടി സമഗ്രമായ വളരെ വിപുലമായ ഒരു ഉത്തരവായിരിക്കും പുറത്തുവരിക എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനമായി ഈ കോടതി ഇന്ന് രാവിലെ വളരെ വിശദമായി തന്നെ ഈ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഒക്കെ വാദം കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 4-4:30 മണിക്ക് ഈ വിധി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. 4:30 മണി കഴിഞ്ഞു. 3:30 മണിക്കായിരുന്നു കോടതി പറഞ്ഞത്. പക്ഷേ ഒരു 1.25 മണിക്കൂറോളം അത് നീണ്ടുപോയി എന്നുള്ളതാണ്. അതിനുശേഷമാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും കോടതി വിധി പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഒരു സെൻസേഷണൽ കേസ് എന്നുള്ള നിലയ്ക്കല്ല കോടതി ഈ വിധിയെ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് സെൻസേഷണൽ കേസുകളിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ആ കുറ്റകൃത്യത്തിന്റെ ഹിസ്റ്ററി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സെൻസേഷണൽ ഐറ്റം നോക്കിയല്ല കോടതി ഈ വിധി പറയുന്നത് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കേസിനകത്ത് സ്ത്രീയുടെ അന്തസ്സ്, സ്ത്രീയുടെ ആത്മാഭിമാനം അത് കുറെ കൂടി പവിത്രമായി അല്ലെങ്കിൽ ആ രൂപത്തിൽ ശ്രദ്ധേയമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണം, പ്രത്യേകിച്ച് സ്ത്രീയുടെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും മേലുള്ള കടന്നുകയറ്റത്തെ ഒരു തരത്തിലും ആ രൂപത്തിൽ എന്റർടൈൻ ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഈ വിധിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇരയ്ക്കുണ്ടാവുന്ന മാനസികാഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ നടന്ന നിർഭയ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കോടതി റഫർ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ വിധിയുടെ ശിക്ഷാവിധിയിലേക്ക് പോകുന്ന തൊട്ടു മുമ്പ് കോടതി പറഞ്ഞു വെക്കുന്നത്, പരമാവധി ശിക്ഷ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും അത്തരത്തിൽ പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാം പ്രതി പൾസർ സുനി ഒഴികെയുള്ള മറ്റു കുറ്റവാളികളുടെ ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം ഈ കേസല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത കാര്യം കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന്, എല്ലാ പ്രതികളും പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഉൾപ്പെടെ 40 വയസ്സിന് താഴെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ നൽകേണ്ടതില്ല. ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള, തിരുത്താനുള്ള അവസരമുണ്ടാകുമെന്നൊരു കാരണം കൂടി കോടതി കണക്കിലെടുക്കുന്നുണ്ട്. മറ്റൊന്ന്, നിർഭയ കേസ് പരാമർശിച്ചുകൊണ്ട് നേരത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സമൂഹത്തിന്റെ വികാസത്തെ തടസ്സപ്പെടുത്തുന്നു, ബോധവൽക്കരണം അനിവാര്യമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതൊരു മുഖവുര എന്നുള്ള നിലയ്ക്കാണ് കോടതി പരാമർശിക്കുന്നത്. ശേഷം വിധിയിലേക്ക് വന്നാൽ എല്ലാ പ്രതികൾക്കും തട്ടിക്കൊണ്ടുപോകലും അതോടൊപ്പം തന്നെ മറ്റു നടപടി, ഈ അന്യായമായി തടവിൽ വെക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അത് സംശയാതീതമായി തന്നെ തെളിയിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ
ഗൂഢാലോചന, അത് ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 120B എന്ന് പറയുന്ന ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് അതിന് 20 വർഷത്തെ കഠിന തടവ് കോടതി വിധിച്ചിരിക്കുന്നു. 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം കൂട്ടബലാത്സംഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ കേസിനകത്ത് തുടക്കം മുതൽ തന്നെ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് 376D എന്ന് പറയുന്ന കൂട്ടബലാത്സംഗം, അതിനും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. ഈ 20 ലക്ഷത്തിന്റെ കൂടെ വിധിച്ചിട്ടുള്ള 1 ലക്ഷം പിഴ അത് അടച്ചിട്ടില്ലെങ്കിൽ 1 വർഷം കൂടി അധികമായി തന്നെ തടവ് ഉണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. 357 പ്രകാരം എല്ലാ പ്രതികൾക്കും 1 വർഷം കൂടി തടവ് വിധിച്ചിരിക്കുന്നു. മറ്റൊന്ന്, പൾസർ സുനിക്ക് മാത്രമായി ചില വകുപ്പുകൾ കൂടി കോടതി വിധിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്തിയത്, അതിജീവിതയുടെ സ്വകാര്യ ലംഘിച്ചത് ഉൾപ്പെടെയുള്ള IT ആക്ടിലെ 66E 67A എന്നീ വകുപ്പുകൾ പ്രകാരം മറ്റു ചില ശിക്ഷകൾ കൂടി, യഥാക്രമം 3 വർഷവും 5 വർഷവും. IT ആക്ട് പ്രകാരം മാത്രം പൾസർ സുനിക്ക് 8 വർഷത്തെ തടവുണ്ട് എന്നതാണ്. ഈ നേരത്തെ പറഞ്ഞ 20, 10 പ്ലസ് 1 അതിനു പുറമെയാണ് പൾസർ സുനിക്ക് 8 വർഷത്തെ മറ്റൊരു തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. രണ്ടാം പ്രതി മാർട്ടിന് തെളിവ് നശിപ്പിച്ചതിന് 3 വർഷം കഠിന തടവും വിധിച്ചിരിക്കുന്നു. മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം വായിക്കേണ്ടത്, അല്ലെങ്കിൽ കോടതി പറഞ്ഞത്, ഈ ശിക്ഷകളെല്ലാം ഒരേ കാലയളവിൽ കൺകറന്റ്ലി അനുഭവിച്ചാൽ മതി എന്നൊരു കാര്യം കൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനർത്ഥം പരമാവധി ഈ പ്രതികൾക്ക് 20 വർഷമാണ് ഇതിനകത്തെ ഇക്കാലയളവിൽ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. അത് അനുഭവിച്ചാൽ മതി. ഒരു കാര്യം കൂടിയുണ്ട്, അത് നേരത്തെ റിമാൻഡ് കാലാവധിയിൽ ഈ പ്രതികൾ അനുഭവിച്ചിട്ടുള്ള റിമാൻഡ് തടവ് അതുകൂടി ഒരു ഇളവായി പരിഗണിക്കും എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അത് ഇപ്പൊ പൾസർ സുനിയുടെ കാര്യത്തിലാണെങ്കിൽ 7 മുതൽ 8 വർഷം വരെയുള്ള ആ ഒരു കാലയളവ്, മറ്റു പ്രതികളൊക്കെ 6, 6.5 വർഷം, 5 വർഷം അങ്ങനെയുണ്ട്. അത് കിഴിച്ച് ബാക്കിയുള്ള പ്രതികൾക്ക് ബാക്കിയുള്ള കാലയളവ് മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൂടി ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. അത് വസ്തുതകൾക്കും വിമർശനങ്ങൾക്കും ഒരുപക്ഷെ ഇടയാക്കിയേക്കാം. മറ്റൊരു കാര്യം കോടതി പറയുന്നത്, ഈ പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിലുണ്ട്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തി അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശമുണ്ട്. ഒരു കാരണവശാലും നാളെ അത് അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കുന്ന രൂപത്തിൽ പുറത്തു വരരുത്. അത് കൃത്യമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ വിചാരണ കോടതി നിർദ്ദേശം നൽകുന്നുണ്ട് എന്നതുൾപ്പെടെ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം.